തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISFന്റെ AIYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിന്റെ ഒരു കരുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ ഇത്തിരി പോകുന്ന ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തി കാണിച്ച് പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് സാർ തല്ലിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണം ആ രക്ഷാപ്രവർത്തനമാണ് സർ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ, RYFന്റെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ.